കോഴിക്കോട് DCP അരുൺ കെ പവിത്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു ട്രാപ്പായിരുന്നു. നൗഷാദ് ഒരുക്കിയ ഒരു ട്രാപ്പായിരുന്നു ഈ ഹേമേന്ദ്രനെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാനുള്ളത്. അപ്പോൾ ഹേമേന്ദ്രൻ നൗഷാദിനുമൊക്കെ കുറച്ച് പൈസ തിരിച്ചു കൊടുക്കാനുള്ളതുണ്ടായിരുന്നു. ആ പൈസ നേടിയെടുക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ഈ ഒരു കാര്യം ചെയ്തത്. അതിനുശേഷം ഹേമേന്ദ്രനെ ഇവർ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നാണ് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഒരു കൊലപാതകം നടന്നു എന്ന് പറയപ്പെടുന്ന സംഭവം നടക്കുന്ന വയനാട്ടിൽ വെച്ചാണ്. അപ്പം അതിനുശേഷമാണ് ഈ തെളിവ് നശിപ്പിക്കാനായിട്ടുള്ള രീതിയിൽ ബോഡി മറവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ പ്രതികളിലേക്ക് പോലീസ് എത്താതിരിക്കാൻ വേണ്ടി ഹേമചന്ദ്രൻ്റെ ഫോണ് ഈ അന്വേഷണം വഴിതിരിച്ചു വിടാൻ വേണ്ടി തുടക്കത്തിൽ ഇയാൾ പറഞ്ഞു ഈ ഹേമേന്ദ്രന് ഗുണ്ടൽപേട്ട് ഒരു സുഹൃത്തുള്ളതുണ്ട്, അപ്പോൾ അവിടത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഹേമേന്ദ്രൻ്റെ ഫോൺ അവിടെ കൊണ്ടുപോയിട്ട്, അപ്പോൾ ഹേമേന്ദ്രൻ്റെ ഫോൺ കൊണ്ടുപോകുന്ന ഇവരുടെ ഈ കുറ്റത്തിൽ പങ്കാളിയായിട്ടുള്ള വ്യക്തിയുടെ ഫോണ് ഇവിടെ തന്നെ വെച്ചിട്ട് ഹേമേന്ദ്രൻ്റെ ഫോൺ മാത്രം കൊണ്ടുപോയി അവിടെ ചെന്ന് ഓണാക്കുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും CDR നോക്കുന്ന സമയത്ത് ഫോണിലെ ലൊക്കേഷൻ ഈ ഗുണ്ടൽപേട്ട് കാണിക്കുന്നുണ്ടാവും, അതുപോലെ മൈസൂർ കാണിക്കുന്നുണ്ട്. അപ്പം ഇവർ തരുന്ന മൊഴിക്ക് അനുസൃതമായിട്ടായിരുന്നു നമ്മൾ ഈ ഡിജിറ്റൽ തെളിവുകൾ നോക്കുമ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും ആദ്യം പറഞ്ഞ പോലെ ഇതൊരു മിസ്സിംഗ് കേസിൽ ഇദ്ദേഹം ഈ പറയുന്ന രീതിയിൽ പല സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവാം എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രതികൾ ഇത്തരത്തിലുള്ള ഒരു അവരുടെ അജണ്ട അവർ നടപ്പിലാക്കിയത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒത്തുനോക്കുന്ന തെളിവുകളൊക്കെ ആ രീതിയിലുള്ളതായിരുന്നു. അതിനുശേഷം ഈ ഫോണ് അവിടെ എവിടെയോ ആ സമയത്താണ് ഈ പറയുന്ന രീതിയിൽ മകളുടെ കോള് ആ ഫോണിലേക്ക് വരുന്നതും. അപ്പോൾ അന്നേരം ഈ പറയുന്ന നൗഷാദ് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കോള് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതി ഹേമേന്ദ്രൻ മൈസൂരിലേക്ക് പോവുകയാണ്, സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നുള്ള രീതിയിൽ കാര്യം പറയണം എന്നുള്ളത്. അപ്പോൾ അത് ഒരു സൗണ്ട് മാറ്റിയ രീതിയിൽ സംസാരിച്ചു. പക്ഷേ മകൾക്ക് ആ സംശയം തോന്നി. ആ സംശയം അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുക്കിലേക്ക് എത്തിക്കുന്നു. അപ്പം അങ്ങനെയാണ് ഈ പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്താണ് ഫൈനലി നമ്മൾ ഇന്നലെ ഈ ബോഡി കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതും. അപ്പം അതിനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഈ ജ്യോതിഷിനെയും അതുപോലെ തന്നെ അജേഷിനെയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അവരുടെ കുറ്റസമ്മതം വഴി രേഖപ്പെടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സംഭവത്തെക്കുറിച്ച് അവർ പറയുന്നത്. ഈ കൊലപാതകം നടന്നു. അതിന് ശേഷം ഈ ബോഡി തമിഴ്നാട്ടിലുള്ള ചേരമ്പാടി ഫോറസ്റ്റിൽ അവിടെ കാപ്പിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ മറവ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ അവരുടെ കുറ്റസമ്മതം വഴിയിലാണ് പറയുന്നത്. ആ ഒരു കാര്യം ഉറപ്പുവരുത്താനാണ് നമ്മുടെ ടീമുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ACP മെഡിക്കൽ കോളേജിൻ്റെ നേതൃത്വത്തിൽ ടീം ഇന്നലെ തമിഴ്നാട്ടിലേക്ക് പോയത്. അപ്പോൾ അതിനു വേണ്ട അവിടെ എല്ലാ സഹായവും അവിടുത്തെ SP ആയിരുന്നിട്ടുള്ള നിഷ മാഡം, അതുപോലെ തന്നെ നീലഗിരി ജില്ലാ കളക്ടർ, DFO ആയിട്ടുള്ള വെങ്കടേഷ് സാർ, ഇവരെല്ലാവരും അവിടെ വേണ്ട എല്ലാ സഹായവും നമ്മുടെ ടീമിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഫോറൻസിക് ടീം, പിന്നെ DYSP ഉണ്ടായിരുന്നു. DYSPനെയാണ് മാഡം അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് അവിടെ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹം ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിന് ശേഷം പോസ്റ്റ്മോർട്ടം ഊട്ടി മെഡിക്കൽ കോളേജിൽ നടത്തിയതിന് ശേഷം ബോഡി ഇന്ന് കോഴിക്കോടേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സിറ്റി ക്രൈം സ്ക്വാഡിലുള്ള ആദിൽ, ഷഹീർ, രാകേഷ്, ഷാഫി, ജിനീഷ്, അതുപോലെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലുള്ള SIമാരായിട്ടുള്ള മുരളി, അതുൽ ജോയ്, CPOമാരായ വിനോദ്, വിജീഷ്, CPO ജിതിൻ, പിന്നെ നമ്മുടെ സൈബർ സെല്ലിലുള്ള ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഉടനീളം വയനാട്ടിലുള്ള ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ തരാനും ഈ അന്വേഷണത്തിനെ സഹായിക്കാനായിട്ട് വയനാട്ടിലെ സ്ക്വാഡിലുണ്ടായിരുന്ന ഫിനോ എന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഒരുപാട് സഹായം ചെയ്തിട്ടുള്ളതുണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ ഇൻഫർമേഷൻ നമ്മുടെ അടുത്ത് പറയുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട കമ്മീഷണടുത്ത് ഈ കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റിവ്യൂ മീറ്റിങ്ങുകൾ നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. അന്വേഷണ പുരോഗതി കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹം റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കാരണം ഒരുപാട് കോൾ ഡീറ്റെയിൽസ്, ഒരുപാട് വ്യക്തികളുടെ സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തി സ്ക്വാഡിൽ ഷെയറാണെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു മാപ്പ് പോലെ തയ്യാറാക്കി ഓരോ വ്യക്തികളുടെ റോള്, അപ്പോൾ ഇതിനകത്ത് ഓരോ പോസിബിലിറ്റീസ് റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട്, ഓരോ പോസിബിലിറ്റീസ് കൺഫേം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചത്.
ഇനി ഈ ബോഡി ഹേമേന്ദ്രൻ്റെ തന്നെയാണ് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി DNA പരിശോധന ആവശ്യമുള്ളതുണ്ട്. അത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് 100% അതിലേക്കുള്ള കൺഫർമേഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ ആ ഫിസിക്കൽ ഫീച്ചേഴ്സും പ്രതികൾ തന്നിട്ടുള്ള കുറ്റസമ്മത മൊഴി പ്രകാരവും സ്ഥലവും എല്ലാ വിവരങ്ങളും പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഹേമേന്ദ്രൻ്റെതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു 100% കൺഫർമേഷനിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ഈ DNA പരിശോധന കൂടി ആവശ്യമായിട്ടുള്ളതുണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള മറ്റ് ഇവർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുള്ള മറ്റ് പ്രതികളെയും കൂടി ഇതിന് ശേഷം ഇവനെ അറസ്റ്റ് ചെയ്യാനും മറ്റും ബാക്കിയുള്ളതുണ്ട്. അത് തുടർന്ന് വരും ദിവസങ്ങളിൽ നടന്നു വരുന്നതായിരിക്കും. ഇത്രയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ട് കോഴിക്കോട് സിറ്റി പോലീസിലെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടൊരു അന്വേഷണം. കാരണം ബഹുമാനപ്പെട്ട കമ്മീഷണർ ഓരോ മിസ്സിംഗ് കേസിനും കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഇവിടെ ഏത് മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു പോസിബിലിറ്റി, അതൊരു മർഡർ ആകാം, അല്ലെ മറ്റെന്തെങ്കിലും ഒരു നെഗറ്റീവ് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള ഉദ്ദേശം മുൻനിർത്തിക്കൊണ്ട് ഇവിടെയുള്ള എല്ലാ അന്വേഷണവും മുന്നോട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിലും ആ രീതിയിലുള്ള ശ്രദ്ധ ഓഫീസേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ളത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിലവിൽ ഈ കേസ് ഒരു നല്ല രീതിയിൽ അത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളതുണ്ട്. താങ്ക് യു. ഇതിനകത്ത് ഇനിയിപ്പം നൗഷാദ് നമുക്ക് തുടക്കത്തിൽ ഇപ്പം നൗഷാദ് ഇപ്പം സൗദിയിലാണ് ഉള്ളത്. അയാൾ വിസിറ്റിംഗ് വിസയിൽ സൗദിയിലേക്ക് പോയതാണ്. അയാളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തു വരുന്നതുണ്ട്. അവർ തന്ന മൊഴി പ്രകാരം സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ ഹേമേന്ദ്രന് ഒരുപാട് ഇത്തരത്തിൽ മുമ്പും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അദ്ദേഹം വീട് വിട്ടു പോയ സമയത്തേക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉള്ളതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കേസിൽ ഈ ഗുണ്ടൽപേട്ടിലുള്ള ഒരു യുവതി ഉള്ളതുണ്ട്. അവർക്കും ഹേമേന്ദ്രൻ പൈസ കൊടുക്കാനുള്ളതാണ്. അവരും ഈ കേസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നൗഷാദുമായിട്ട് ഈ കേസിൻ്റെ ഇയാളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന കാര്യം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ പല ആൾക്കാർക്ക് ഇയാൾ പൈസ കൊടുക്കാനുള്ളതുണ്ട്. അപ്പം ആ രീതി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് സാമ്പത്തിക ഇടപാടാണ് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ജ്യോതിഷൊക്കെ നൗഷാദിന്റെ സഹായമാണ്. ജ്യോതിഷ്, അജേഷ്, കാറ് ഇപ്പൊ റെന്റ് കാറാണ്. ഇപ്പം ഡ്രൈവറായിട്ട് സൗദിയിൽ വർക്ക് വിസയിൽ പോയത്. കൊല്ലപ്പെടുന്നത് എപ്പോഴായിരുന്നു? ഈ നടത്തിക്കൊണ്ടുപോയി അന്നത്തെ ദിവസം തന്നെ കൊല്ലപ്പെട്ടോ അതോ ദിവസങ്ങൾക്ക് ശേഷമാണോ മരിക്കുന്നത്? ഈ കുടുംബക്കാരെ വിളിച്ചു എന്ന് പറയുന്നത് അതെപ്പോഴായിരുന്നു? ഈ കുടുംബക്കാരെ വിളിച്ചു എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഹേമേന്ദ്രൻ കൊല്ലപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. കൊല്ലപ്പെട്ടതിന് ശേഷം ഈ പോലീസിന്റെ അന്വേഷണം ഇവരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അതിനാണ് ഇവര് ഈ ഫോണ് ഹേമേന്ദ്രന്റെ ഫോണ് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് ഇത് ഓണാക്കി വെക്കുന്നതൊക്കെ ശേഷമുള്ള കാര്യമാണ്. അപ്പം അവര് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ ഹേമേന്ദ്രൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അന്വേഷണത്തിൽ. ഇനി അതിനകത്തേക്ക് നമുക്ക് നൗഷാദിനെ കൂടി ചോദ്യം ചെയ്താൽ മാത്രമാണ് കൊലപാതകമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. PM-ൽ അതെ കൊലപാതകമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകൾ നമുക്ക് നിലവിൽ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ? അല്ല ചേരമ്പാടിയിൽ അവര് ബോഡി ഡിസ്പോസ് ചെയ്യാൻ പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. നമുക്ക് ആ സ്ഥലം കൃത്യമായിട്ട് ഇപ്പം നിലവിൽ അന്വേഷണത്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് പറയാനുള്ള സാഹചര്യമായിട്ടില്ല. ആ രീതിയിൽ നിന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടിരിക്കുന്നത്. അവരെയുള്ള ബന്ധപ്പെട്ട ഫോറൻസിക് വിദഗ്ധരുമായിട്ടൊക്കെ സംസാരിച്ച സമയത്ത് അതാണ് എന്നുള്ളതാണ് ഒരു പ്രിലിമിനറി ഒബ്സർവേഷനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ല അവരെ പലപ്പോഴായിട്ട് നമ്മൾ